ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന കൊറിയൻ ഡ്രാമയാണ്. ഓൾറെഡി തന്നെ ഒരു അൺറൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ നായികയുടെ ജീവിതത്തിലേക്ക് റൊമാൻസുമായിട്ട് ഒരു പുതിയ വ്യക്തി കടന്നു വരുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഡ്രാമ കണ്ടു തന്നെ അറിയാം. കൊറിയൻ ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയായ ലീ ജോങ്ങിനും അവളുടെ ഫ്രണ്ട് സോങ് യോങ് ജൂവും ചേർന്നിട്ട് കുറച്ച് ബിയേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് സോങ്ങിന്റെ സ്ഥലത്തേക്ക് വരുന്നതാണ്. പേരുകൾ നമുക്ക് ചുരുക്കി വിളിക്കാം, ലീ എന്നും സോങ് എന്നും വിളിക്കാം. നായികയായ ലീക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. സോങ് പറയുന്നുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് ബീർ കഴിക്കുന്നതാ സുഖമെന്ന്. എന്നാ പിന്നെ എന്റെ ബോയ് ഫ്രണ്ടിനെ വേണമെങ്കിൽ നീ എടുത്തുകൊള്ളാൻ ലീ ആകട്ടെ സോങ്ങിനോട് പറയുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സോങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ലീ താമസിക്കുന്നത് മറ്റൊരിടത്തായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവർ മദ്യപിക്കുന്നു. അതിനിടയ്ക്ക് ലീയുടെ ബോയ് ഫ്രണ്ടായ ജീസോക്ക് അവളെ വിളിക്കുന്നു. നീ എന്തെടുക്കെ എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നാണ് അവൾ പറയുന്നത്. നാളെ എനിക്ക് ജോലിയുണ്ട്, ഇവിടെ നിന്ന് ഞാൻ നേരെ ജോലിക്ക് പോകും. നാളെ ജീസോക്കിന് ഓഫായിരുന്നു. അവൻ ബാസ്കറ്റ് ബാൾ കളിക്കാൻ പോകുന്ന കാര്യം അവളോട് പറയുന്നു. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വെക്കുന്നുണ്ട്. അതായത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇവർക്കിടയിൽ റൊമാൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നോർമൽ ഫ്രണ്ട്സ് പോലും ഇതിനേക്കാൾ നല്ല പോലെ സംസാരിക്കും. ഒരു ഐ ലവ് യു പോലും പറയാതെ അവർ രണ്ടുപേരും കോൾ കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനെയെന്ന് സോങ് ചോദിക്കുന്നു. ഇങ്ങനെയൊരു ബോയ് ഫ്രണ്ട് ഉള്ളതിനേക്കാൾ നല്ലത് ഇല്ലാത്തത് തന്നെയാണ്. നിങ്ങളുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലേ, അതുകൊണ്ടാണോ ഇത്ര ബോറായി പോയതെന്നൊക്കെ സോങ് ചോദിക്കുന്നു. എന്നാൽ ലീ പറയുന്നുണ്ട് റിലേഷൻഷിപ്പിലെ തുടക്കത്തിൽ തന്നെ മറ്റുള്ള കപ്പിൾസിന്റെ പോലൊന്നും തന്നെ ഒരുപാട് പ്രണയമൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ നീ അവനെ എടുത്തോളാനും അവള് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുത്തനെ എനിക്ക് വേണ്ടെന്നാണ് സോങ് പറയുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന നമ്മുടെ നായകനെയാണ്. അവന്റെ പേര് ജീഹു എന്നാണ്. അവനൊരു ഫാർമസിസ്റ്റ് ആയിരുന്നു. സമയം പോയത് കാരണം അവൻ പെട്ടെന്ന് ജോലിക്ക് പോകാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവന്റെ ഫ്രണ്ടായ ഹ്യൂൻസോ ആകട്ടെ ഒരു വ്യക്തി അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ലീയുടെ ബോയ് ഫ്രണ്ട് ജീസോക്ക് ആയിരുന്നു. ഇവർ ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഏരിയയൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് ജീസോക്കാണ്. അവന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഇവർ ഈ കളിക്കുന്ന സ്ഥലത്തിന്റെ ഏരിയ എല്ലാം തന്നെ. ഈ ജീസോക്ക് ആകട്ടെ ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അവന്റെ ബാങ്കിൽ തന്നെയാണ് ഈ ഹ്യൂൻസോ വർക്ക് ചെയ്യുന്നത്. എന്തായാലും പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പിരിഞ്ഞു. ഇവിടെ നമ്മുടെ നായിക ലീ ആകട്ടെ ഉറക്കൊഴുന്നേറ്റ് നോക്കുമ്പോൾ സമയം നല്ല പോലെ വൈകിയിരിക്കുന്നു. അവൾക്ക് ജോലിക്ക് പോകണം. തലേന്നത്തെ ഹാങ് ഓവർ നല്ല പോലെയുണ്ട് എന്ന് തന്റെ സാധനങ്ങളും എടുത്തിട്ട് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. ഹാങ് ഓവർ വിട്ടുമാറുന്നേയില്ല. അവളൊരു ലൈബ്രറിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും മെഡിസിൻ വാങ്ങി കഴിക്കാമെന്ന് കരുതി അവൾ ഉള്ളിലേക്ക് കയറി. അവിടെയാകട്ടെ നമ്മുടെ നായകനായ ജീഹു ആണ് നിൽക്കുന്നത്. തന്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല സ്ട്രോങ് മെഡിസിൻ വേണമെന്ന് അവൾ പറയുന്നു. അവൻ അവിടെയെല്ലാം നോക്കിയിട്ട് നല്ലൊരു മെഡിസിൻ അവൾക്കെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവൾ കുറച്ച് കുടിക്കുന്നു. മറ്റൊരു മെഡിസിൻ കൂടി അവൻ അതിനകത്ത് മിക്സ് ചെയ്ത് അവൾക്ക് കൊടുക്കുന്നു. അതിനിടയ്ക്ക് തന്റെ മുഖമൊക്കെ കണ്ണാടിയെ നോക്കിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട് ഒരു റബ്ബർ ബാൻഡ് കിട്ടുമെന്ന്. അവൻ എവിടെ നിന്നോ ഒരു റബ്ബർ ബാൻഡ് തപ്പിയെടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ അത് വെച്ച് മുടിയെല്ലാം തന്നെ കെട്ടി. അതിനുശേഷം ആ മെഡിസിൻ എടുത്ത് കുടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ടാബ്ലറ്റിന് വേണ്ടിയിട്ട് കൈ നീട്ടിയപ്പോൾ അവനാകട്ടെ അവൾക്ക് വേണ്ടിയത് പൊട്ടിച്ചും കൊടുത്തു. എന്നാൽ കാശ് കൊടുക്കാൻ ബാഗ് എടുത്ത് നോക്കുമ്പോഴാകട്ടെ അതിൽ പേഴ്സ് ഇല്ല. അവൾ കൂട്ടുകാരി സോങ്ങിന്റെ വീട്ടിൽ വെച്ചിട്ട് ആ പേഴ്സ് മറന്നിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വല്ലാതെ നിൽക്കുകയാണ് അവൾ. സോങ്ങിനെ പലതവണ വിളിച്ചിട്ടും അവൾ അവിടെ കുടിച്ച് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുകയല്ലേ. അവൾ ഫോൺ എടുക്കുന്നില്ല. താൻ കൂട്ടുകാരുടെ വീട്ടിൽ വെച്ചിട്ട് തന്റെ പേഴ്സ് മറന്നുപോയി, തന്റെ കയ്യിൽ കാശില്ലാന്നൊക്കെ അവൾ പറയുന്നു. കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് ജീഹു ചോദിക്കുമ്പോൾ അവൾ അവിടേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാലറ്റ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ജീഹു ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണെന്ന് അവൾ പറയുന്നു. ഞാൻ കള്ളമൊന്നും പറയുന്നതല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഞാൻ അവളെ ഒന്നുകൂടെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ ചെയ്യാൻ തുടങ്ങി. അവൻ പറയുന്നുണ്ട് സാരമില്ല, നിങ്ങൾ പോയിക്കൊള്ളൂന്ന്. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് എന്തായാലും ക്യാഷ് തരും. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് ഇട്ടേക്കാമെന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, അടുത്ത തവണ വരുമ്പോൾ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവളോട് പോയിക്കൊള്ളാൻ പറയുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനല്ലോ അത് ഓപ്പൺ ചെയ്തത്, നിങ്ങൾ തന്നെയല്ലേ എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് ഓപ്പൺ ചെയ്ത് തരാൻ. ജീഹു ആകെ കൺഫ്യൂഷനിലായി. നിങ്ങളല്ലേ നിങ്ങൾക്ക് ഹാങ് ഓവറിന്റെ മരുന്ന് വേണമെന്ന് പറഞ്ഞത്. ഞാൻ വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ എന്തിനാ അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓപ്പൺ ചെയ്തത്. അവളിങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് ജീഹുവിന് ചിരിയും വരുന്നുണ്ടായിരുന്നു. സമ്മതിച്ചു, ഞാൻ ആ തെറ്റ് ചെയ്തത്. നിങ്ങൾ എന്തായാലും പോയിക്കോ, പിന്നെ കാശ് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവളോട് പോകാൻ പറയുന്നു. എന്നാൽ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ നമ്പർ നിനക്ക് തരട്ടെ എന്ന്. നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിലോ ഞാൻ എന്തായാലും തിരിച്ചു വന്ന് കാശ് തരും. എന്നാലും വിശ്വാസമില്ലെങ്കിൽ വേണം നീ എന്റെ നമ്പർ വെച്ചോ, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഇക്കാലത്ത് എങ്ങനെ ഒരാളെ എങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ വീണ്ടും നമ്പർ തരട്ടെ എന്ന് പറയുന്നു. അതൊന്നും സാരമല്ല, വേണമെങ്കിൽ എന്റെ നമ്പർ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അവൾ അത് നോട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും പിന്നീട് തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങി ടാക്സിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് ഓടി വന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ടാക്സിക്ക് നിന്റെ കയ്യിൽ കാശുണ്ടോ എന്ന്. ഇന്ന് ഇത് വെച്ചു, ഇതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ തന്നാ മതി എന്ന് പറയുന്നു. എന്നാൽ അതൊന്നും വേണ്ടെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പേരുകൾ പരസ്പരം പറഞ്ഞ് പരിചയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവൾ ടാക്സിയിലേക്ക് കയറി. അതിന്റെ ഇടയ്ക്ക് സോങ് അങ്ങോട്ട് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ വാലറ്റ് ഇവിടെയുണ്ട്, ടൈം കിട്ടുമ്പോൾ നീ വന്ന് എടുത്താൽ മതിയെന്ന്. ടാക്സിയിൽ കയറാൻ അവൻ എന്തായാലും കാശ് കൊടുത്തത് നന്നായി. അതുകൊണ്ട് അവൾക്ക് ജോലിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ അതിനെങ്ങനെ അവൾ കാശ് കൊടുക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ.
അവൻ പറഞ്ഞ അവന്റെ നമ്പർ ആകട്ടെ അവൾ എവിടെയും നോട്ട് ചെയ്യാതിരുന്നിട്ട് പോലും അവൾക്കത് ഓർമ്മയുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ തന്റെ ഫോണിൽ ആ നമ്പർ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവൻ തന്നെ ഇത്രയധികം ഹെൽപ്പ് ചെയ്താലോചിച്ചിട്ട് അവളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ നായിക ലീയുടെ മൂത്ത സഹോദരിയായ സോയിനെയാണ്. അവളൊരു ന്യൂസ് റീഡർ ആയിരുന്നു. അവളുടെ ഹസ്ബൻഡ് നാമാകട്ടെ ഒരു ഡെന്റിസ്റ്റും. ഇവർക്കിടയിൽ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല. ഒരു ഡിവോഴ്സിന്റെ വക്കിലേക്ക് വന്നു നിൽക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ രണ്ടിടത്താണ് താമസിക്കുന്നത്. ഇവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലീ ആകട്ടെ നമ്മുടെ ജിഹുവിനെ പറ്റി ആലോചിക്കുന്നു. അതിനിടയ്ക്ക് ജീസോക്ക് അവളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോഴാണ് അവൾ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കുന്നത്. ജീഹുൻ അയച്ച മെസ്സേജ് ജീസോക്കിന് മാറിപ്പോയി. താൻ മറ്റൊരാൾക്ക് അയച്ചതാണെന്ന് അവൾ പറയുമ്പോൾ അത് ആർക്കാണെന്ന് അവൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു. തന്റെ ഒരു ക്ലയന്റിനാണെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ പിന്നീട് ആ മെസ്സേജ് വീണ്ടും ജീഹുവിന് അയക്കുന്നുണ്ട്. ജീഹു ആകട്ടെ തന്റെ ഫാർമസിയിൽ നല്ല ജോലിയിലായിരുന്നു. അവൻ അവളുടെ മെസ്സേജസ് ഒന്നും തന്നെ നോക്കിയില്ല. അവനെന്താ മെസ്സേജ് സീനാകത്തതെന്നായിരുന്നു അവളുടെ ചിന്ത. ജോലിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവളുടെ മെസ്സേജ് അവൻ സീനാകുന്നുണ്ടെങ്കിലും അതിന് റിപ്ലൈ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അവൻ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനെ കാത്ത് അവന്റെ ഫ്രണ്ട്സ് നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നിടത്ത് വെച്ച് നമ്മളെ കാണിച്ച ഹ്യൂൻസോവും പിന്നെ പാർക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും. ഈ പാർക്കാകട്ടെ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഇവർ 3 പേരും ചേർന്നിട്ട് ജിഹുവിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മുടെ ജിഹു താമസിക്കുന്നതാകട്ടെ ലീയുടെ കൂട്ടുകാരി സോങ്ങു താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിലെ മുകളിലത്തെ ഫ്ലോറിലും. പിന്നീട് കാണിക്കുന്നത് ജീസോക്കും ലീയും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്നതാണ്. ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ഒക്കെയാണ്. എന്നാൽ ഇവർക്കിടയിൽ റൊമാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്കിടയിൽ റൊമാന്റിക് ആയിട്ടുള്ള ഒരു സംസാരവും ഇല്ല. ജീസോക്ക് എപ്പോഴും ബിസി ആയിരിക്കും. അവൾക്ക് വേണ്ടിയിട്ട് ഒട്ടും തന്നെ ടൈം അവൻ കണ്ടെത്താറില്ല. എന്നാൽ പെട്ടെന്ന് അവളോട് അവൻ ചോദിക്കുന്നുണ്ട്, നമുക്കിങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ, കല്യാണം കഴിക്കണ്ടേ എന്ന്. അത് കേട്ടതും അവൾ ആകെ സർപ്രൈസ് ആയി. നീ എന്താ ഇത്രയ്ക്ക് സർപ്രൈസ് ആകുന്നത്, വേണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൾ അതിന് മറുപടി ഒന്നും തന്നെ പറയുന്നില്ല. നീ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നു. നീ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോൾ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. ഓൾറെഡി ഇവർക്കിടയിൽ ഒന്നും തന്നെ ശരിയല്ല. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് നാളായിട്ട് റിലേഷൻഷിപ്പിൽ ആയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ പെട്ടെന്ന് തനിക്ക് വേറെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിന്നർ എന്നാ പിന്നെ കഴിക്കാം, നീ വേണമെങ്കിൽ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയി ഡിന്നർ കഴിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നു. അവൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് എന്റെ വിശപ്പൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിലിരിക്കുകയാണ്. അവളെയും കൊണ്ട് അവൻ നേരെ പോകുന്നത് അവളുടെ വാൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സോങ്ങിന്റെ വീട്ടിലേക്കായിരുന്നു. വാൾട്ട് കൊടുക്കാൻ സോങ് ഇറങ്ങി വന്നപ്പോൾ ഇവരുടെ മുഖം കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായിരുന്നു ഇവർ രണ്ടുപേരും എന്തോ വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണെന്ന്. വാൾട്ട് വാങ്ങി അവൾ വണ്ടിയിലേക്ക് കയറുന്നത് മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീഹു കാണുന്നുണ്ടായിരുന്നു. അവള് ജീസോക്കിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അവന് മനസ്സിലായി. അവൻ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർ ജീസോക്കിനെ പറ്റി സംസാരിക്കുന്നു. കാരണം അവന്റെ അച്ഛന്റെ സ്കൂളിലാണല്ലോ ഇവർ ഈ ബാസ്കറ്റ് ബാൾ കളിക്കാൻ പോകുന്നത്. ജീസോക്കിന്റെ ഗേൾഫ്രണ്ട് ലീയെ പറ്റിയും ഹ്യൂൻസോ പറയുന്നുണ്ട്. ലീയുടെ അച്ഛൻ ഈ ജീസോക്കിന്റെ അതേ സ്കൂളിലെ പ്രിൻസിപ്പൽ ആണെന്നും പറയുന്നു. അങ്ങനെ ജീസോക്കിനെ പറ്റിയും നമ്മുടെ ലീയെ പറ്റിയെല്ലാം തന്നെ കൂടുതൽ കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സിൽ നിന്നും ജീഹു മനസ്സിലാക്കി. മാത്രമല്ല ജീഹുവിനോട് ഇവർ പറയുന്നുണ്ട്, നീ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കാതെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാകാൻ. എന്നാൽ ജീഹുവിന് ഇപ്പൊ അതിലൊന്നും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ലീയെ അവളുടെ വീടിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ജീസോക്ക് അവളോട് പറയുന്നുണ്ട്, നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഒരുമിച്ച് താമസിക്കാത്തോണ്ടാ, നമ്മൾ ഉടനെ തന്നെ ഒരുമിച്ച് താമസിച്ചു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അവള് പറയുന്നുണ്ട്, നീ ഇത് പറയുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് താമസിച്ചു തുടങ്ങുമ്പോ പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്തും രാവിലെയൊക്കെ നമ്മൾ കാണുമല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നിനക്ക് എനിക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്നെ സംബന്ധിച്ച് കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് കഴിക്കുകയോ ഒരുമിച്ച് കിടക്കുകയും ചെയ്താൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ വീണ്ടും വഴക്കായി. അവൾ അങ്ങനെ തന്റെ റൂമിലേക്ക് വരാൻ നേരത്ത് പെട്ടെന്ന് തന്റെ ഇളയ സഹോദരി ജെയിൻ ആകട്ടെ അവിടെ ഇരിക്കുന്ന കാണുന്നു. ജെയിൻ ഫോറിൻ കൺട്രിയിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. നീ എന്തൊരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ വാതിൽ തുറങ്ങുക, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. വീട്ടുകാരും അറിയാതെയാണ് ഇവളുടെ കുഞ്ഞനുജത്തി ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇവൾ ഫോറിൻ കൺട്രിയിൽ തന്നെയാണെന്നാണ്. അവിടെ അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വരവാണ്. ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല എന്നും പറയുന്നു. ശരിക്കും എന്ത് പ്രശ്നം അവിടെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്കൊരു പയ്യനെ ഇഷ്ടമായിരുന്നു, ഞാൻ അവന്റെ പുറകെ ഒന്ന് നടന്നു, അവനാകട്ടെ പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു, ഞാൻ ഒരു സ്റ്റോക്കറാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രശ്നമായത് കാരണം ഞാനങ്ങ് പോരുന്നതാ. ആ നാട്ടില് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ക്രൈമാണ്, എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ലീ ആകട്ടെ അവളെ കുറെ വഴക്ക് പറയുന്നു. അതൊക്കെ പോട്ടെ, നിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ലീക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ജീഹു ആകട്ടെ മദ്യപിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി അവിടെയെല്ലാം ക്ലീൻ ആക്കിയിട്ട് അവൻ കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ലീയുടെ മെസ്സേജ് ഒന്നുകൂടി എടുത്ത് നോക്കുന്നു. അക്കൗണ്ട് നമ്പർ ചോദിച്ചുകൊണ്ട് അവൾ അയച്ച ആ മെസ്സേജിന് അവൻ ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുനേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി താഴേക്ക് ഓടുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് കുറച്ച് ദൂരെയുള്ള അവന്റെ വീട്ടിലേക്കായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. ജീഹു അവിടെ എത്തിയിട്ട് നേരെ പോകുന്നത് ഒരു കുട്ടിയുടെ റൂമിലേക്കാണ്. യൂനു എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ ജീഹുവിന്റെ മകനാണെന്ന്. ജീഹു ഒരു സിംഗിൾ ഡാഡ് ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജീസോക്ക് അവന്റെ അച്ഛനായ കോണിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, നീ ഇപ്പൊ സെറ്റിൽ ആകേണ്ട സമയമായി, ഒരു അസംബ്ലിമാനുണ്ട്, അയാൾ
അയാളുടെ ഇളയ മകളൊരു പ്രൊഫസറാണ്, അവളെ നീ വിവാഹം കഴിക്കണമെന്നൊക്കെ ഇയാൾ പറയുന്നു. ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും നിനക്ക് വേണ്ട, അതൊക്കെ അവസാനിപ്പിക്കുന്നത് നല്ലത്. അയാൾ ഉദ്ദേശിച്ചത് ലിയോ അവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു. തന്റെ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പലിന്റെ മകളായ ലിയുമായിട്ട് ഇവർ റിലേഷൻഷിപ്പിലായതൊന്നും തന്നെ ഇയാൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവളൊരു നല്ല പെൺകുട്ടിയാണെന്നും അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, അവസാനിപ്പിക്കേണ്ട സമയമാകുമ്പോൾ ഇതൊക്കെ അവസാനിപ്പിച്ചേക്കണം, അല്ലാതെ കൂടുതലൊന്നും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് ഇയാൾ പറയുന്നത്. തൽക്കാലം അവൻ അച്ഛനോട് തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. അവിടെ നിന്നും മിസ്റ്റർ കോണാകട്ടെ നേരെ പോകുന്നത് തന്റെ സ്കൂളിലേക്കാണ്. ഈ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ലീയുടെ അച്ഛൻ, അതായത് ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ. ലീഡയും ജീസോക്കിന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ലീയുടെ അച്ഛനാകട്ടെ അതിനെപ്പറ്റി നമ്മുടെ കോണിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടെന്ന് ചോദിക്കുന്നു. അവൾക്ക് ശരിക്കും ഈ കല്യാണത്തിൽ താല്പര്യമുണ്ടോ എന്നാണ് കോൺ ചോദിക്കുന്നത്. അവൾ സീരിയസ് ആണോ? പിന്നെ തന്റെ മകൾ സീരിയസ് ആണെന്ന് അയാൾ പറയുന്നു. പക്ഷെ ഇവരുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നാണ് കോൺ പറയുന്നത്. എന്തായാലും ശരി, നമുക്കൊരു ദിവസം ലഞ്ചിന് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കോൺ അവിടെ നിന്നും പോയി. കോണിന് ഈ ഒരു വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള കാര്യം ലീയുടെ അച്ഛന് മനസ്സിലായി. അത് കാരണം അയാൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. മാത്രമല്ല ഇവിടെ നിന്ന് റിട്ടയർഡ് ആകാനുള്ള സമയവുമായി. അയാൾ പെട്ടെന്ന് തന്റെ വൈഫിനെ കോൾ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ലീ അവളുടെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, സോയിനോടും പറഞ്ഞേക്കാം. ഇപ്പൊ ഇത്ര അർജന്റായിട്ട് ഞാൻ എന്തിനാ വരുന്നെന്ന് അവൾ ചോദിച്ചെങ്കിലും അവരൊന്നും തന്നെ പറയുന്നില്ല. ഇവിടെ നമ്മുടെ പാവം സോയിനിയാകട്ടെ അവളുടെ ഹസ്ബൻഡ് നാമാകട്ടെ ഫോൺ വിളിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളാകട്ടെ കാര്യങ്ങളൊന്നും തന്നെ ആരോടും പറഞ്ഞിട്ടില്ല. കുറച്ചു കഴിയുമ്പോഴേക്ക് ഇവർ രണ്ടുപേരും തങ്ങളുടെ മാതാപിതാക്കളുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാകട്ടെ അവളുടെ അച്ഛൻ അവളോട് സംസാരിക്കുന്നത് കല്യാണക്കാര്യത്തെ പറ്റിയായിരുന്നു. നീ എത്രയും പെട്ടെന്ന് ജീസോക്കനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. കുറച്ച് നാളായിട്ട് നിങ്ങൾ ഡേറ്റിംഗിലല്ലേ, ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ സമയമായി. എന്നാൽ അവള് പറയുന്നുണ്ട് അതിനൊന്നും സമയമായിട്ടില്ല, എനിക്ക് കുറച്ചുകൂടി ടൈം വേണമെന്ന്. 4 വർഷമായിട്ട് ഡേറ്റിംഗില, ഇനി എന്തിനാ സമയം, എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടിട്ട് സ്വയനാകട്ടെ അയാളോട് പറയുന്നുണ്ട്, അച്ഛൻ അവളെ നിർബന്ധിക്കാൻ പാടില്ല എന്ന്. എന്റെ കാര്യത്തിലും നിങ്ങൾ ഇതുപോലെയാണ് നിർബന്ധം കാണിച്ചത്, അതിന്റെ ഫലമൊക്കെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ലിയോട് നിങ്ങളത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് സോയിനെ അവർ കുറെ വഴക്ക് പറയുന്നു. നിനക്ക് നല്ലൊരു ഭർത്താവിനെ അല്ലേ കിട്ടിയത്, അവൻ നല്ലൊരു ഡോക്ടർ അല്ലേ, മാത്രമല്ല സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ വരെയുണ്ട്, അതിപ്പോൾ വലുതാക്കാനുള്ള ശ്രമത്തിലാണ് അവൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ലീ പറയുന്നുണ്ട്, അച്ഛൻ സോയിനെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ച പോലെ എന്നെ നിർബന്ധിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. എനിക്ക് എപ്പോ കല്യാണം കഴിക്കാൻ തോന്നുന്നു അപ്പൊ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. പേരൻസിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. മാരേജ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിനക്കൊക്കെ തമാശയാണെന്ന് ചോദിച്ചിട്ട് അയാൾ വീണ്ടും കുറെ വഴക്കുണ്ടാക്കുന്നു. അവസാനം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി. അച്ഛനുമായിട്ടുണ്ടായ വഴക്കിനെ ആലോചിച്ച് രണ്ടുപേരും കാറിലിരുന്ന് ചിരിക്കുകയായിരുന്നു. സ്വയം ലിയോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി നീ വിവാഹം കഴിക്കാൻ പാടില്ല. മാത്രമല്ല താൻ ഉടനെ തന്നെ ഡിവോഴ്സ് ആകാൻ പോകുന്ന കാര്യവും സോയിനാകട്ടെ ലിയോട് പറയുന്നു. അവൾക്കതിൽ വലിയ ഞെട്ടലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം നാമിന്റെ സ്വഭാവമൊക്കെ ഇവൾക്ക് ഏകദേശം അറിയാം. എന്ത് തന്നെയാണെങ്കിലും തന്റെ സഹോദരിയുടെ കൂടെ നിൽക്കാമെന്ന് ലീ അവൾക്ക് വാക്കു കൊടുക്കുന്നു. സോയിൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ന്യൂസ് റീഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഇമേജിനെ ഈ ഒരു ഡിവോഴ്സ് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും കാലം അവൾ ഇതെല്ലാം തന്നെ സഹിച്ചു നിന്നത്. ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് സോയിൻ പറയുന്നത്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന് ലീ പറയുന്നു. മാത്രമല്ല നമ്മുടെ കുഞ്ഞനുജത്തി ജെയിൻ ആകട്ടെ ഫ്രാൻസിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിലുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. തൽക്കാലം അച്ഛനോടും അമ്മയോടും ഇതൊന്നും പറയണ്ട, അല്ലെങ്കിൽ അവർ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. ലീ അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ജീഹുവിന്റെ ഫാർമസിയിലേക്കാണ്. അവിടെയുള്ള ബാക്കി സ്റ്റാഫ് എല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. കടയടയ്ക്കാൻ ടൈമായി. അവള് വന്ന് അവൻ ആ കാശ് കൊടുക്കുന്നു. ഞാൻ അക്കൗണ്ട് നമ്പർ ചോദിച്ചുകൊണ്ട് നിനക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താ റിപ്ലൈ തരാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ റിപ്ലൈ തന്നിരുന്നെങ്കിൽ നിങ്ങളെ ഒരു തവണ കൂടി എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന്. അവൻ അങ്ങനെ പറയുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ബാലൻസ് തരാൻ അവൾ പറയുമ്പോൾ അവൻ ചോദിക്കുന്നത്, നിങ്ങൾ ഡിന്നർ കഴിച്ചോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്യാഷിന് കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാമെന്ന്. എന്നാൽ അവൾക്കതൊക്കെ കേട്ടപ്പോ എന്തോ ആകാൻ വല്ലാതെ തോന്നി. ഇവനെന്താ ഇത്ര ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡിന്നറിനൊക്കെ വിളിക്കുന്നതെന്ന് അവൾ വിചാരിക്കുന്നു. എനിക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, സ്ട്രേഞ്ചർ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്റെ നമ്പർ ഈസി ആയിട്ട് ഓർത്തു വെച്ചല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോ അവളൊന്നാകെ വല്ലാതെയായി. അവൾ അതിന് പകരം തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് നല്ല മെമ്മറി പവറാ, അതുകൊണ്ടാണ് നിന്റെ നമ്പർ ഓർത്തിരുന്നതെന്ന്. അതുകൊണ്ട് നീ കൂടുതൽ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കേണ്ട, ഇനി നമ്മൾ എന്തായാലും കണ്ടുമുട്ടിന്ന് പോലും വരില്ല. അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. അവന് കുറച്ച് സങ്കടമൊക്കെ തോന്നിയെങ്കിലും അവൻ അതൊക്കെ വിട്ടിട്ട് വീണ്ടും തന്റെ ജോലിയിലേക്ക് കടന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ആദ്യമായിട്ട് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ സീസണിലെ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ്. അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോ അവളെ കാണുന്നില്ല. അവളെ നേരെ സോങ്ങിന്റെ വീട്ടിലേക്ക് പോയി. അതിന്റെ മുകളിലാണല്ലോ അവൻ താമസിക്കുന്നത്. അവനും കടയടിച്ചിട്ട് അവിടേക്ക് വരികയായിരുന്നു. ആരോ മുകളിലേക്ക് കയറി വരുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ലീ വിചാരിക്കുന്നുണ്ട് താൻ ഓർഡർ ചെയ്ത ചിക്കനുമായിട്ട് ആള് വരികയാണെന്ന്. അവള് പെട്ടെന്ന് പോയി വാതിൽ തുറക്കുമ്പോ കാണുന്നതാകിട്ട് നമ്മുടെ ജീഹുവിനെ. നീ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വരെ വന്നു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുന്നില്ല എന്ന്, പിന്നെന്തിനാ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നത്? ആ സമയത്ത് ചിക്കനും കൊണ്ടുവന്ന ആള് ചിക്കനും കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. ഇവളാകട്ടെ ഇവനോട് പറയുന്നുണ്ട്, എന്നെ ഫോളോ ചെയ്ത് വന്നതാണെങ്കിൽ ഞാൻ എന്തായാലും പോലീസിനെ അറിയിക്കും. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയും ചെയ്തു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇവൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്. വെറുതെ താൻ അവനെ സംശയിച്ചു. ആവശ്യമില്ലാതെ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കുകയും ചെയ്തു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നുന്നു. മുകളിൽ ആരാ താമസിക്കുന്നതെന്ന്
സോങ്ങിനോട് വന്ന് ഇവള് ചോദിക്കുമ്പോൾ സോങ് പറയുന്നുണ്ട് ഇതൊരു ഫാമിലി ആണെന്ന് തോന്നുന്നു, ഹസ്ബൻഡും വൈഫും ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് കേട്ടപ്പോൾ നമ്മുടെ ലീക്ക് ആകെ വിഷമമായി. അവനപ്പോൾ മാരിഡ് ആണല്ലേ എന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ താനധികം അവരെ കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ സോങ് പറയുന്നത്. അവൾക്ക് മുകളിൽ ആരാ താമസിക്കുന്നതെന്നൊന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. നേരത്തെ എന്തോ താമസിച്ചിരുന്ന ആൾക്കാരെ പറ്റിയാണ് ഇവള് സംസാരിക്കുന്നത്. പക്ഷെ ലീ ആകട്ടെ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ ജൂഹു ആകട്ടെ ഓൾറെഡി മാരിഡ് ആണെന്നും ഇവിടെയാണ് താമസിക്കുന്നതെന്നും. എന്താണെങ്കിലും മുകളിൽ താമസിക്കുന്നത് നല്ലൊരു ഹാൻസം ഗായാണ്, ഞാനിപ്പോൾ അവനെ കണ്ടായിരുന്നു എന്ന് ലീ പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീഹുവിനാകട്ടെ ലീയുടെ മെസ്സേജ് വരുന്നുണ്ട്. നേരത്തെ നീ എന്നെ ഫോളോ ചെയ്ത് വന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ തെറ്റിദ്ധരിച്ച് നിന്നെ കുറെ പറഞ്ഞില്ലേ, അതിന് സോറി പറഞ്ഞുകൊണ്ട് അവനാകട്ടെ ആ മെസ്സേജ് കണ്ടൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവളാകട്ടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ടാക്സിയിലേക്ക് കയറി. ആ സമയത്ത് അവന്റെ റിപ്ലൈ വരുന്നുണ്ട്, നന്നായിട്ട് മഞ്ഞു പെയ്യുന്നുണ്ട്, വീട്ടിൽ സേഫ് ആയിട്ട് എത്തണമെന്നായിരുന്നു ആ ഒരു മെസ്സേജ്. അതൊക്കെ കണ്ടപ്പോ അവനോട് എന്തോ ഒരു ഇഷ്ടം അവൾക്ക് തോന്നാൻ തുടങ്ങി. കാരണം ജീസൊക്കെ പോലും ഇത്രയും കെയറോട് കൂടി അവളോട് സംസാരിക്കാറില്ലായിരുന്നു. അവൾ അതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് തിരിച്ച് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് എല്ലാം കണ്ട് നമ്മുടെ ജീഹു ഇരുന്ന് ചിരിക്കുകയായിരുന്നു. അവൻ അതിന് റിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അടുത്ത തവണ വീണ്ടും മഞ്ഞു പെയ്യുന്ന സമയത്ത് ഫാർമസിക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കണ്ടുമുട്ടണം. അവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് അവൾ ആകെ ബ്ലഷ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജീഹു ആകട്ടെ കോട്ട് കൊടുത്തിട്ടുണ്ട് ആ മഞ്ഞത്ത് ഓടി പുറത്തേക്ക് വരുന്നതാണ്. ടാക്സിയിൽ കയറിപ്പോയ നമ്മുടെ ലീ ആകട്ടെ ടാക്സി പാത വഴിക്ക് വെച്ച് നിർത്തിയിട്ട് തിരിച്ച് വീണ്ടും ആ ഫാർമസിയുടെ അടുത്തേക്ക് വന്നു. ഇവന്റെ ആ ഒരൊറ്റ മെസ്സേജ് അവളുടെ ഉള്ളിൽ അവനെ വീണ്ടും കാണാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ആ മഞ്ഞു പെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും തിരിച്ച് അവിടേക്ക് വരാൻ അവൾക്ക് തോന്നിയത്. അവൾ തിരിച്ചു വരുമെന്ന് അവനും പ്രതീക്ഷിച്ചില്ല. അവനാകട്ടെ ഓടിക്കതച്ചാണ് അവളുടെ അടുത്തേക്ക് എത്തുന്നത്. ഇവിടെ നല്ല തണുപ്പാ, നമുക്ക് അകത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവൻ ഫാർമസിക്കുള്ളിലേക്ക് കയറി. അകത്ത് കയറി ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് പറയുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കണ്ടിട്ട് നീ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവനെ വിവാഹം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. ഇത് കേട്ട് അവനും പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു മകനുണ്ട്, ഞാനൊരു സിംഗിൾ ഡാഡാണ്. അപ്പൊ നീ മാരിഡ് ആണോ എന്ന് അവള് ചോദിക്കുമ്പോ അല്ലാന്ന് അവൻ പറയുന്നു. മാരിഡ് അല്ലാതെ സിംഗിൾ ഡാഡ് ആയിട്ടിരിക്കുന്നു. അവള് പിന്നീട് കൂടുതലൊന്നും തന്നെ ചോദിച്ചില്ല. നീ ഒരു സിംഗിൾ ഡാഡ് ആണെന്ന് കരുതിയിട്ട് അത് പറയാൻ നീ ഇത്രയ്ക്ക് ചമ്മലൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് അവള് പറയുന്നു. രണ്ടുപേരുടെ ഉള്ളിൽ ചെറിയൊരു ഫീലിങ്സ് വരാൻ തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും പരസ്പരം രണ്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. ജീഹു അവളോട് പറയുന്നുണ്ട്, നിന്നെ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ മുതൽ തന്നെ നിന്നെ കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു ഞാൻ. നീ എങ്ങനത്തെ ആളാണെന്നും നിന്റെ ക്യാരക്ടർ എന്താണെന്നും ഒക്കെ അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. ചിലപ്പോൾ നിനക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ടും എന്റെ മനസ്സിൽ നിന്നും നിന്റെ ഫേസ് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഓടി വന്നത് തന്നെ. അവള് പറയുന്നുണ്ട്, ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ ചെയ്ത പല കാര്യങ്ങളും കൺഫ്യൂസിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. അവൾ എല്ലാത്തിനും സോറി പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് അവൻ പറയുന്നത്. ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്നറിയാം, കാരണം നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. പക്ഷെ എന്ത് തന്നെയായാലും ആ ഒരു ഫീലിങ്സ് എന്നെ ഒരുപാട് ഹാപ്പി ആക്കി. ഞാൻ നിന്നെ വളരെയധികം ടഫായിട്ടുള്ള സ്പോട്ടിൽ കൊണ്ടിട്ടു അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട, ഒരു കാര്യം ചെയ്യും, നമ്മൾ എന്തായാലും കണ്ടുമുട്ടിയതല്ലേ, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലോ. എന്നാൽ അവൻ പറയുന്നുണ്ട്, അതെനിക്ക് പറ്റില്ല എന്ന്. ഒരിക്കലും എനിക്ക് നിന്നെ ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റില്ല. എന്റെ ഉള്ളിൽ നിന്നോടുള്ള ഫീലിങ്സ് അങ്ങനെയുള്ളതാണ്, ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിലൊട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അവന്റെ ഉള്ളിൽ തന്നോട് എത്രയധികം ഫീലിങ്സ് ഉണ്ടെന്ന്. ഒന്നും പറയാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. വീട്ടിലെത്തി അവൾക്കാകട്ടെ ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ആകെ കൺഫ്യൂഷനിലാണ്. അവൻ പറഞ്ഞ വാക്കുകളും അവന്റെ ഫേസും അവനെക്കുറിച്ചുള്ള ചിന്തകളും മാത്രമായിരുന്നു ലീയുടെ മനസ്സിൽ. പിറ്റേന്നാകട്ടെ അവളുടെ ഓഫ് ഡേ ആണ്. ജോയിനാകട്ടെ അവളോട് പറയുന്നുണ്ട്, നമുക്ക് പുറത്തു പോകാന്നൊക്കെ. എന്നാൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് അവള് പറയുന്നു. ആ സമയത്ത് നല്ലപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ജെയിം പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഏതെങ്കിലും നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചിട്ട് അവന്റെ കൂടെ കറങ്ങാൻ പോവുകയാണ് വേണ്ടത്. മഞ്ഞ് പെയ്യുന്ന കണ്ടപ്പോൾ ജീഹുവിനെ ഓർമ്മ വരികയായിരുന്നു നമ്മുടെ ലേക്ക്. അടുത്ത മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഒരുമിച്ച് കണ്ടുമുട്ടണമെന്ന് അവനടിക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. ശരി, എന്താണെങ്കിലും നമുക്ക് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് ജെയിനെ വിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവർ നേരെ പോകുന്നത് ആ ബാസ്കറ്റ് ബോൾ കളി നടക്കുന്നില്ലേ അവിടേക്കായിരുന്നു. ജീസോക്ക് അവിടെ ഉണ്ടാകും. അവന്റെ മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവര് പോയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ജീസോക്കിന്റെ കൂടെ മത്സരിക്കുന്ന എതിർ ടീമില് ജീഹുവിനെ കണ്ടിട്ട് ശരിക്കും നമ്മുടെ ലീ ഞെട്ടിപ്പോയി. ആ മത്സരത്തിന്റെ ഇടയ്ക്ക് ജീസോക്കിന്റെ കാല് കൊണ്ടിട്ട് നമ്മുടെ ജീഹുവിന് ചെറിയൊരു പരുക്കം പറ്റിയിട്ടുണ്ടായിരുന്നു. അവന് പരുക്ക് പറ്റിയതും ലീ ചാടി എഴുന്നേൽക്കുന്നു. നീ തെറ്റായ ആൾക്ക് വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കുന്നതെന്ന് ജെയിൻ പറയുന്നു. അത് ജീസോക്കല്ല, വേറെ ആരോ ആണ്. എന്നാൽ ജീഹുവിനോടുള്ള അവളുടെ ഉള്ള ഫീലിങ്സ് ആയിരുന്നു അവളെ അങ്ങനെ ചാടി എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ചത്. കളിക്കിടയിൽ നമ്മുടെ ജീഹുവും ലീയെ കാണുന്നുണ്ട്. അവളെ കണ്ടതോടുകൂടി അവനാകട്ടെ നല്ല പോലെ കളിക്കാൻ തുടങ്ങി. തന്റെ പരുക്കെല്ലാം തന്നെ അവൻ മറന്നിരുന്നു. ആ ഒരു ഗെയിമിൽ അവൻ വിജയിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും പരസ്പരം കളി കഴിഞ്ഞ ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. ഇനി ഇവരുടെ ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ നമുക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഉടനെ തന്നെ ഞാൻ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.